ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോയ്ക്ക് യാതൊരു ക്ഷാമമില്ല കേട്ടോ. പുറത്ത് പോകുന്നു, വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ തുടരും മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് 2 ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏതായാലും മൂവി കണ്ടിട്ട് തിരിച്ചു വരുമ്പം ഈ ഒരു സ്ഥലത്ത് മൺകുടം എന്ന ഈ ഒരു സ്ഥലത്ത് കയറണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കയറിയൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പം ഇതൊരു ശരിക്കും ഒരു കള്ള് ഷാപ്പാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ കേട്ടോ. അരമണിക്കൂറും ഇല്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം വീട്ടിൽ നിന്ന്. നല്ല അടിപൊളി ടേസ്റ്റിയായ ഫുഡ് കിട്ടും, വെറൈറ്റി കള്ള് കിട്ടും, മധുരക്കള്ള്, കാന്താരിക്കള്ള്, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഇവിടെ ചെന്ന് പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്, കള്ളിനെക്കുറിച്ച് കേട്ടോ. ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ആൺ പെണ്ണ് വ്യത്യാസമില്ലാണ്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ചമ്മലും കാര്യങ്ങളൊന്നുമില്ല. അയ്യോ ആണുങ്ങൾ മാത്രമാണോ കയറുന്നത്, ഇഷ്ടം പോലെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കള്ള് കുടിക്കാൻ പോകുന്നത്. കള്ള് കുടിച്ചത് സാധാ നോർമൽ കള്ളാണ്. ഞങ്ങൾ ചോദിച്ചത് മുന്തിരിക്കള്ളായിരുന്നു, പക്ഷെ അത് ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സാധാ കള്ള് ചോദിച്ചു. അങ്ങനെ ഇതെൻ്റെ ഒരു കുപ്പി ഞാൻ മേടിച്ചുള്ളൂ കേട്ടോ. ഒരു കുപ്പി മേടിച്ചിട്ട് ഒരു ഗ്ലാസ് ബാക്കി വന്നു. എന്നാലും ഞാൻ ആദ്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്യുവാണ്. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. എന്നെ ഒരു വൈൻ കുടിക്കുന്ന ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇത് പിന്നെ താറാവ് വരട്ടിയതാണ് കേട്ടോ. താറാവിറച്ചി, പിന്നെ ചേടിനും സിറായിയും പൊറോട്ട മേടിച്ചു. പിന്നെ കാട ഫ്രൈ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് നല്ല കള്ളൊഴിച്ചുണ്ടാക്കി കള്ളപ്പവും മേടിച്ചു കേട്ടോ. ഏതായാലും അടിപൊളി ടേസ്റ്റായിരുന്നു, വയറ് നിറച്ചും കഴിച്ചു. ഞാൻ താറാവിറച്ചിയൊക്കെ കഴിച്ചതായിട്ട് പോലും ഓർമ്മയില്ല കേട്ടോ. ഞാൻ താറാവിറച്ചി കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് താറാവിറച്ചി കഴിക്കുന്നത്. എല്ലാം എന്നാ പറയുന്നത്, വയറ് നിറച്ചും കഴിച്ചു. ഇച്ചിരി ഗ്രേവി അവർ തന്നിട്ടുണ്ടായിരുന്നു, ഇറച്ചിയുടെയാണെന്ന് തോന്നുന്നു, ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ആദ്യമായിട്ട് കള്ളു കുടിച്ചു. പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് കേട്ടോ കള്ളു കുടിച്ചെന്ന്. ഇതിപ്പം വലിയ കാര്യമൊന്നുമല്ലല്ലോ. എല്ലാവരും സാധാ ഒരു തെങ്ങും കള്ളു കുടിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അങ്ങ് വിളിച്ചു പറയുന്നത് മാത്രം. ഏതായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഒന്നും കൂടെ തിരിച്ചു പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ഇവിടെ വരണമെന്ന് ശരിയോ പറഞ്ഞിട്ടുണ്ട്. അന്നേരം പിന്നെ അത്രയ്ക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ല കേട്ടോ. സിനിമയെല്ലാം കണ്ട് ഒന്നാമത് തിയേറ്ററിൻ്റെ ഉള്ളിൽ AC അല്ലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ മൂവി കാണേണ്ട ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങ് ബുക്ക് ചെയ്തതാണ്. നമ്മൾ സ്ഥിരം പോകുന്നത് കാഞ്ഞങ്ങാട് ആണ്, തിയേറ്ററിലാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയേ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവിടെ പോയി AC ആണെന്ന് വിചാരിച്ചാണ് ബുക്ക് ചെയ്ത് ചെന്നപ്പോൾ AC അല്ലായിരുന്നു. ചൂടെടുത്ത് മൊത്തത്തിൽ കുളിച്ചിട്ടോ തിരിച്ചിറങ്ങിയപ്പം. അപ്പോൾ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇവിടെ എത്തിയപ്പം. ഇനി വീട്ടിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു മൺകുടം എന്ന ആ ഒരു കള്ള് ഷാപ്പിൻ്റെ പുറമേ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് കുട്ടികൾക്കാണേലും എൻജോയ് ചെയ്യാനും എല്ലാം അടിപൊളി സ്ഥലമാണ്. വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കഴിക്കലെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഷിജോടെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. നന്നായിട്ട് കഴിച്ചു ആൾ. പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. ചോറും കഴിച്ചില്ല, അമ്മയും കഴിച്ചില്ല, ഞാനും കഴിച്ചില്ല, ആരും കഴിച്ചില്ല. കാരണം വയറ് നന്നായിട്ട് നിറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. വീടിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഷിജോയുടെ വീട്ടിലെ ഒരു ഭാഗം. പിന്നെ ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ഞാൻ കൂടുതലും വീടിൻ്റെ ആ ഒരു ഭാഗം എടുക്കാത്തത്. കാരണം ഒരു ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ പെയിൻറ്റേഡ് ഇങ്ങനത്തെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു രീതിക്ക് വീഡിയോ എടുക്കുന്നത് കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീടിൻ്റെ വീഡിയോ ഇടാത്തത്. പെയിൻറ്റടി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ മൊത്തമായിട്ട് വീടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏതായാലും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കൂട്ടാക്കിയേക്കണം.
മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.